ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവും കരുത്തും ശക്തിയും ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് ജനിക്കുമ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് അവനവൻ്റെ പ്രശ്നങ്ങളെ നേരിടേണ്ടിടത്ത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറ്റൊരു കാരണത്തിൻ്റെ പേരിലാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അത് അവനവൻ്റെ കഴിവിനെ വില കുറച്ച് കാണുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വിശ്വാസങ്ങളൊക്കെ നല്ലതാണ്. അതൊക്കെ നമുക്കൊരു കുറച്ച് ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയാവണം. അല്ലാതെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതയിലേക്ക് തള്ളിയിടാൻ വേണ്ടി ആവരുത്. ദൈവത്തിൽ വിശ്വസിക്കേണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസം ഭ്രാന്താവരുത് എന്നുള്ളതാണ്. ഏത് കാര്യവും ഭ്രാന്തായി കഴിഞ്ഞാൽ അത് അപകടമാണ്. ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ ആരോഗ്യകരമായി സംവദിക്കേണ്ടടുത്ത് ഒരാളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ തിയറി ആവേണ്ടത്. അത് രാഷ്ട്രീയ ഭ്രാന്ത് ഒരാൾക്ക് തലക്ക് പിടിച്ചതുകൊണ്ടാണ്. അപ്പോൾ അത് പാടില്ല. അത് ഏത് ഭ്രാന്താണെങ്കിലും, അത് മതഭ്രാന്താണെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അത് ഭ്രാന്തമായ വികാരമായിട്ട്, നമ്മൾ അന്ധമായ വികാരമായിട്ട് കൊണ്ടു നടക്കരുത്. അത് അവനവൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.